ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു അത്യുഗ്രൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം. അങ്ങനെ വിക്രം ആണെങ്കിൽ കാർത്തികയുടെ അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുക. കാർത്തിക വേണ്ട എടാ വേണ്ട വിക്രം, അടിക്കരുത്, നിന്നെ ഞാൻ കൊല്ലുവടി, സമാധാനത്തോടെ ജീവിച്ചിരുന്ന എൻ്റെ അച്ഛൻ്റെയും സമാധാനം ഇല്ലാതാക്കിയത് നീയാ എന്നും പറഞ്ഞുകൊണ്ട് കാർത്തികയുടെ തലക്കിട്ട് ഇരുമ്പ് വടി കൊണ്ട് ഒരൊറ്റ അടി കൊണ്ടതും പെട്ടെന്ന് കാർത്തിക ബോധം കെട്ട് വീണു. ഈ സ്വപ്നം കണ്ടുകൊണ്ട് കല്യാണി ചാടി എഴുന്നേക്കുക. എന്തു പറ്റി കല്യാണി എന്നും കിരൺ ചോദിക്കുകയാണ്. കിരണേട്ടാ, കാർത്തിക ചേച്ചിക്ക് എന്തോ ആപത്ത് സംഭവിച്ചിട്ടുണ്ട്, എനിക്ക് പേടിയാവുന്നു കിരണേട്ടാ. എൻ്റെ കല്യാണി, നീ സ്വപ്നം കണ്ടതല്ലേ, അതിനിങ്ങനെ പേടിക്കണേ എന്തിനാ? ഒന്നും സംഭവിച്ചിട്ടുണ്ടാവില്ല എന്നൊക്കെ പറയാ. അത് കേട്ടതും ഇല്ല കിരണേട്ടാ, എനിക്ക് പേടിയാവുന്നു. കിരണേട്ടനൊന്ന് ചേച്ചിയെ വിളിച്ചതാ. എൻ്റെ കല്യാണി ഈ പാതിരാത്രിക്കോ? കിരണേട്ടാ, ഞാൻ ഇങ്ങനെ വെറുതെ സ്വപ്നം കാണാറില്ല എന്ന് കിരണേട്ടൻ അറിയാലോ. ആർക്കെങ്കിലും എന്തെങ്കിലും ആപത്ത് സംഭവിക്കുമ്പോഴാണ് ഞാനിങ്ങനെ സ്വപ്നം കാണുന്നേ. വിളിക്കുക കിരണേട്ടാ എന്നും പറഞ്ഞുകൊണ്ട് കല്യാണി വാശി പിടിക്കുക. അത് കേട്ടതും കിരൺ വിളിക്കുകയാണ്. പക്ഷെ റിങ് പോകുന്നുണ്ട്, ഫോൺ എടുക്കുന്നില്ല. ദൈവമേ, റിങ് പോകുന്നുണ്ടല്ലോ, ഫോൺ എടുക്കുന്നില്ല. കല്യാണി, നീ ഇങ്ങനെ ടെൻഷൻ അടിക്കല്ലേ, കുഴപ്പമൊന്നും ഉണ്ടാവില്ല. ചിലപ്പോൾ കാർത്തിക ഉറങ്ങുമായിരിക്കും. ഇല്ല കിരണേട്ടാ, എനിക്ക് നല്ല പേടിയുണ്ട്, ചേച്ചിക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ട് കാര്യമായിട്ട്. കിരണേട്ടാ, എന്നാൽ നമുക്കൊന്ന് അവിടം വരെ പോയിട്ട് വരാം. വേണ്ട കല്യാണി, ഈ രാത്രി അങ്ങോട്ട് പോയാൽ ചിലപ്പോൾ ഫോൺ സൈലൻ്റ് ആണെങ്കിലോ? ഇല്ല, ചേച്ചി അങ്ങനെ സൈലൻ്റ് ആക്കി വെച്ച് ഉറങ്ങാറില്ല, ചിലപ്പോൾ സൈലൻ്റായി പോയിട്ടുണ്ടാവാം. ഇല്ല കിരണേട്ടാ, എനിക്ക് നല്ല സംശയമുണ്ട്, ചേച്ചിക്ക് കാര്യമായിട്ട് എന്തോ സംഭവിച്ചിട്ടുണ്ട്, നമുക്കൊന്ന് അവിടം വരെ പോകാൻ കിരണേട്ടാ എന്നും പറഞ്ഞുകൊണ്ട് അങ്ങോട്ടേക്ക് രണ്ടുപേരും പോകാൻ ഒരുങ്ങുക. ഈ സമയം കാറിൽ കയറി അവരങ്ങോട്ട് പോവുക. അവിടെ ചെന്ന് അവരെത്തുമ്പോഴേക്കും വിക്രമും കൂട്ടുകാരും വട പെട്ടെന്ന് പോകാം എന്നും പറഞ്ഞുകൊണ്ട് ബൈക്കിൽ കയറി അങ്ങ് പോവുകയാണ്. അവർ പോയി കഴിഞ്ഞതും കിരണും കല്യാണി എത്തി. അവർ രണ്ടുപേരും എത്തിയതും നമ്മുടെ കല്യാണിയാണെങ്കിൽ കാറിൽ നിന്ന് ഇറങ്ങി. കിരണേട്ടാ, ഗേറ്റ് തുറന്നു കിടക്കുക, ഗേറ്റൊക്കെ തുറന്നിട്ടിട്ട് ചേച്ചി അങ്ങനെ ഉറങ്ങാറില്ല, എന്തോ സംഭവിച്ചിട്ടുണ്ട്, വാ കിരണേട്ടാ എന്നും പറഞ്ഞുകൊണ്ട് രണ്ടുപേരും അകത്തേക്ക് കയറി ചെന്ന് കോളിംഗ് ബെല്ലടിക്കുക. കോളിംഗ് ബെല്ലടിച്ചിട്ടൊന്നും കാർത്തിക തുറക്കുന്നില്ല. കിരണേട്ടാ, ചേച്ചി വാതിൽ ഉറക്കുന്നില്ല, എന്തോ പ്രശ്നമുണ്ട്, വന്നേ നമുക്ക് ബാക്കിൽ കൂടെ പോയി നോക്കാം എന്നും പറഞ്ഞുകൊണ്ട് അവർ അപ്പുറത്തൂടെ ചെല്ലുക. അവിടെ ചെന്നപ്പോഴത്തേക്കും അവിടെ അടുക്കളവാല് തുറന്നു കിടക്കുക. കിരണേട്ടാ, അടുക്കളവാല് തുറന്നു കിടക്കുന്നു, ഞാൻ പറഞ്ഞില്ലേ എന്തോ സംഭവിച്ചിട്ടുണ്ട്. അതേ കല്യാണി, കാര്യമായിട്ട് എന്തോ സംഭവിച്ചിട്ടുണ്ട്, നീ സ്വപ്നം കണ്ടതുപോലെ തന്നെ എന്തോ സംഭവിച്ചിട്ടുണ്ട്, വാ എന്നും പറഞ്ഞുകൊണ്ട് രണ്ടുപേരും കൂടെ അകത്തേക്ക് കയറുക. കുറേ വിളിച്ചു, രണ്ടുപേരും മാറി വിളിച്ചു. ഒരാൾ ചേച്ചിന്ന് ഒരാൾ കാർത്തിക എന്നൊക്കെ വിളിച്ചിട്ടൊന്നും കാർത്തിക വിളിയേക്കുന്നില്ല. അപ്പോഴേക്കും അവർ ബെഡ്റൂമിൻ്റെ അവിടെ എത്തി. ബെഡ്റൂമിൽ നോക്കിയതും ചോരയിൽ കുളിച്ച് കിടക്കുന്ന കാർത്തികയെ കണ്ട് കല്യാണിയും കിരണും ഞെട്ടി. ചേച്ചി എന്നും പറഞ്ഞ് ഒച്ചത്തിൽ നിലവിളിച്ചുകൊണ്ട് കല്യാണി ഓടിച്ചെന്ന് കാർത്തികയെ തോണ്ടുക. കുറേ കുലുക്കി വിളിക്കുക, പക്ഷേ എഴുന്നേൽക്കുന്നില്ല. കിരണും വിളിച്ചു, എഴുന്നേൽക്കുന്നില്ല. അവസാനം കല്യാണി തൂക്ക് കല്യാണി എന്നും പറഞ്ഞുകൊണ്ട് രണ്ടുപേരും കൂടെ താങ്ങിയെടുത്തുകൊണ്ട് കാർത്തികയെ കാറി കയറ്റുക. അതിനുശേഷം കിരണേട്ട പെട്ടെന്ന് വിടു കിരണേട്ട, ചേച്ചി കണ്ണ് തുറക്ക് ചേച്ചി എഴുന്നേക്ക് ചേച്ചി എന്നും പറഞ്ഞുകൊണ്ടൊക്കെ നിലവിളിച്ചിട്ടും കരഞ്ഞിട്ടും ഒന്നും ഒരു രക്ഷയില്ല. അങ്ങനെ 100 സ്പീഡിൽ അവർ ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ്. ഈ സമയം നേരം വെളുത്തതും വിക്രത്തിനെയാണ് കാണിക്കുന്നത്. തൻ്റെ ശത്രു വീണ സന്തോഷത്തിൽ വിക്രം ഇങ്ങനെ ഭയങ്കര സന്തോഷത്തോടെ ഇരിക്കുക. അപ്പോഴേക്കും പ്രകാശം വരിക. അല്ല, ഇതാര്? സന്യാസത്തിന് പോയ ആള് തിരിച്ചെത്തിയോ? അമ്പലങ്ങൾ മുഴുവനും കയറി ഇറങ്ങിയിട മക്കളെ. നമ്മുടെ ശത്രുക്കളുടെ നാശം കാണാനായിട്ട് ഒരുപാട് പ്രാർത്ഥിച്ചു. നമ്മളെ ഈ അവസ്ഥയിലാക്കിയവരെ ഒരുപാട് ദ്രോഹിക്കണമെന്ന് ദൈവത്തിനോട് ഞാൻ പ്രാർത്ഥിച്ചു. അവർ കരയണമെന്നും അവരില്ലാതാകണമെന്നും ഞാൻ പ്രാർത്ഥിച്ചു. അത് കേട്ടതും എന്നാ പ്രാർത്ഥന സത്യമാകാൻ പോവുക എന്നും വിക്രം. അതെന്താ നീ അങ്ങനെ പറഞ്ഞേ? അച്ഛൻ പ്രാർത്ഥിച്ചതിന് ഫലം ഉണ്ടായച്ചാ. എന്താടാ നീ അങ്ങനെ പറഞ്ഞേ? ആരാടാ ഇല്ലാതായത്? കല്യാണിയോ അതോ കാർത്തികയോ ഇല്ലെങ്കിൽ ആ കിരണോ? അതൊക്കെ ഞാൻ പിന്നീട് പറയാം. എന്തായാലും ഇപ്പം അച്ഛൻ ഒന്ന് ഫ്രഷ് ആകുക. ഇല്ലട മക്കളെ, നിനക്ക് എന്താ എന്നോട് പറയാനുണ്ട്? അച്ഛാ, നമുക്ക് ഇതൊക്കെ ഒന്ന് മാറ്റിയിട്ട് നമുക്ക് നല്ലൊരു വീട്ടിലേക്ക് താമസം മാറണം. എന്താടാ നീ വീണ്ടും മോഷണവും തലക്കടിയൊക്കെ തുടങ്ങിയോ? അച്ഛാ, ഇപ്പം അതൊന്നും അറിയണ്ട. നല്ല രീതിയിൽ ജീവിക്കണമെങ്കിൽ, കയ്യിൽ കാശുണ്ടാവണമെങ്കിൽ, നല്ല നിലയിൽ എത്തണമെങ്കിൽ ഇതൊക്കെ പറ്റും. മോനെ, നീ വീണ്ടും മോഷണം തുടങ്ങിയല്ലേ? മോഷ്ടിച്ചൊന്നും അല്ല അച്ഛാ. അച്ഛനില്ലാത്ത സമയത്ത് ആ രാജപ്പൻ എന്നെ ഭീഷണിപ്പെടുത്താനായിട്ട് വന്നായിരുന്നു. ആ സമയത്ത് അയാൾക്കിട്ടൊരു പണി കൊടുക്കണമെന്നുള്ള ചിന്തയായിരുന്നു. അങ്ങനെ ഞാനും എൻ്റെ കൂട്ടുകാരും കൂടെ അയാളുടെ വീട്ടിൽ കയറി. എന്നിട്ട് അയാളുടെ സ്വർണവും പണമൊക്കെ മോഷ്ടിച്ചു. അയാളുടെ തലക്കിട്ടടിച്ചിട്ടാണ് ഞാൻ അങ്ങ് കൂട്ടുകാരും പോകുന്നത്. എടാ, കേസാവില്ലേ? കേസൊന്നുമില്ല, കാരണം ആ കാര്യേ അങ്ങ് അവസാനിക്കാൻ പോവുക. കാരണം ആ രാജപ്പന് വട്ടായെന്നേ. രാജപ്പന് വട്ടായോ? അതെ അച്ഛാ, അതുകൊണ്ട് ഒരു ഭ്രാന്തൻ്റെ പരാതി ആരും ഏറ്റെടുക്കില്ലല്ലോ. അത് ശരിയാ, അതെന്തായാലും നന്നായി. പക്ഷേ ഇതോടുകൂടെ നീ എല്ലാം അവസാനിപ്പിക്കണം മോനെ. അങ്ങനെ അവസാനിപ്പിച്ചാലേ പട്ടിണി കിടക്കേണ്ടി വരും. എന്താ, പട്ടിണി കിടക്കാൻ അച്ഛൻ തയ്യാറാണോ? എന്ത് ചെയ്യാനാ? ഈ പ്രസാദം നീ തൊട്ടോ. എന്തായാലും
അമ്പലത്തിലൊക്കെ പോയിരുന്നപ്പോൾ നല്ല മനസ്സിന് ശാന്തി ഉണ്ടായിരുന്നു, ആശ്വാസം ഉണ്ടായിരുന്നു. ഇനി ഇവിടെ വീണ്ടും ഉറക്കമില്ലാതെ ആകുമല്ലോ എന്ന് ഓർക്കുമ്പോൾ സങ്കടം. എന്തായാലും ഇതോടുകൂടെ ചിലവരുടെ കാര്യത്തിലൊക്കെ ഒരു തീരുമാനമാവും അച്ഛാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ നിൽക്കുക. ഈ സമയം കിരണും കല്യാണി സംസാരിച്ചുകൊണ്ടിരിക്കുക. കിരണേട്ട, എനിക്ക് നല്ല പേടിയുണ്ട് കിരണേട്ട. കാർത്തിക ചേച്ചി ഈ അവസ്ഥയിലാക്കിയത് അവൻ തന്നെയാണ്. ആ വിക്രം അവന് ഇതുപോലെ പലരുടെയും തലയ്ക്കടിച്ചിട്ടുണ്ട്, പലരെയും അബോധാവസ്ഥയിലാക്കിയിട്ടുണ്ട്, പലരുടെയും കാര്യം അവൻ കാരണം അവസ്ഥയിലെത്തിയിട്ടുണ്ട് കിരണേട്ട. അതുകൊണ്ട് എനിക്ക് നല്ല പേടിയുണ്ട്, നല്ല ടെൻഷനുണ്ട്. പേടിക്കേണ്ട കല്യാണി, കാർത്തിക ചേച്ചിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് ഡോക്ടർ പറഞ്ഞില്ലേ? എന്തായാലും കണ്ണു തുറക്കട്ടെ കാർത്തിക, അതിനുശേഷം എന്താ സംഭവിച്ചതെന്ന് നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. ഈ സമയം ഡോക്ടർ വരിക. ഡോക്ടറെ ഞങ്ങൾ പോയി കണ്ടോട്ടെ? ഇപ്പോൾ പോയി കണ്ടോ. കാർത്തികയാണ് കാണിക്കുന്നത്. ഏതാണ്ട് കുറച്ചൊക്കെ ബോധം വന്ന നിലയിലാണ്. ബോധം വന്നു. ഈ സമയമാണെങ്കിൽ നമ്മുടെ കിരണും കല്യാണിയും അകത്തേക്ക് ചെല്ലുക. നിങ്ങൾ വന്നായിരുന്നോ എന്ന് ചോദിക്കുക. ഞങ്ങൾ വന്നു ചേച്ചി. ചേച്ചിക്ക് ഇപ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ? നല്ല ക്ഷീണമുണ്ട് കിരൺ, വേറെ കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കാർത്തിക ഇങ്ങനെ സംസാരിക്കുക. അല്ല, സത്യത്തിൽ എന്താ സംഭവിച്ചേ? വേണ്ട കാർത്തിക, വയ്യെങ്കിലൊന്നും പറയണ്ട, നല്ല ക്ഷീണമുണ്ട്, ഒന്നും പറയണ്ട എന്നും കിരൺ പറയണം. അത് കേട്ടതും ഇല്ല, ചെയ്തതാരാന്നറിയാമോ? അവനാ, വിക്രം, അവനാ ഇത് ചെയ്തത്. അത് കേട്ടതും കല്യാണി ഞെട്ടി. ഞാൻ അപ്പോഴേ പറഞ്ഞില്ല കിരണേട്ടാ, അവനല്ലാതെ വേറെ ആരും ഇത് ചെയ്യില്ല. അവനെ ഇങ്ങനത്തെ പണി ചെയ്യും. അവനെ വെറുതെ വിടരുത് കിരണേട്ടാ, വെറുതെ വിടില്ല ഞാൻ കല്യാണി. അവനെന്തായാലും ഗംഗാപ്രസാദിൻ്റെ അവസ്ഥ വരും. നിൻ്റെ ആങ്ങളെ ആയതുകൊണ്ട് മാത്രമാണ് ഞാൻ അവനോട് ക്ഷമിച്ചത് എല്ലാം അടങ്ങിപ്പോയതും ഒക്കെ. പക്ഷേ ഇനി അതിന് കഴിയില്ല എന്ന് എനിക്ക് മനസ്സിലായി. അവനെ പോലുള്ള ഒരുത്തൻ ഈ ലോകത്ത് ജീവിച്ചിരിക്കാൻ പാടില്ല. അവൻ ജീവനോടുള്ളിടത്തോളം കാലം ഇതുപോലുള്ള പല പാവങ്ങൾക്കും ആപത്ത് സംഭവിക്കും. ഞാൻ ഒറ്റയ്ക്കായിരുന്നല്ലോ കല്യാണി, അതറിഞ്ഞുകൊണ്ടാണ് അവൻ അങ്ങോട്ട് വന്നത്. 2-3 പേരുണ്ടായിരുന്നു. അവനെ കണ്ടപ്പോൾ ഞാൻ തോക്കെടുത്തായിരുന്നു. പക്ഷെ തോക്ക് തട്ടിത്തെറിപ്പിച്ചുകൊണ്ട് അവൻ അകത്തേക്ക് എൻ്റെ അടുത്തേക്ക് വരികയും എൻ്റെ മുന്നിൽ വെച്ച് തന്നെ എല്ലാം മോഷ്ടിക്കുകയും അവസാനം എൻ്റെ തലയിൽ കമ്പി കൊണ്ട് അടിക്കുകയും ചെയ്യുമായിരുന്നു. അവനെ വെറുതെ വിടരുത് കല്യാണി. നമ്മുടെ ആങ്ങളെയാണെങ്കിലും അവൻ ക്രൂരനാ. അവനെ പോലെ ഒരു ആങ്ങള നമുക്കില്ലാതിരിക്കുന്ന കല്യാണി നല്ലത്. എന്തായാലും അവൻ ചെയ്തത് ഒട്ടും ശരിയായില്ല ചേച്ചി. അവനെ വെറുതെ വിടരുത് മോളെ, നീയും സൂക്ഷിക്കണം. അവൻ്റെ ശത്രു നമ്മളൊക്കെയാ. ഗംഗാപ്രസാദിനെ മാത്രം പേടിച്ചത് തെറ്റായിപ്പോയി. ഗംഗാപ്രസാദ് അകത്തായപ്പോൾ ഗംഗാപ്രസാദിനേലും കുനിഷ്ഠബുദ്ധിയുള്ള ക്രിമിനലായ ഒരുത്തൻ പുറത്തുണ്ടായിരുന്നു എന്ന് നമ്മൾ ചിന്തിച്ചില്ല. അതാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. അതെ, അത് ശരിയാ. എന്തുകൊണ്ടായാലും ആ വിക്രം ഇനി ഇങ്ങനൊരു കാര്യം ചെയ്യരുത്. നമ്മുടെ വീട്ടിൽ കയറി മോഷ്ടിച്ചതുപോലെ അവൻ മറ്റൊരു വീട്ടിലും മോഷ്ടിക്കാൻ പാടില്ല കല്യാണി. അതുകൊണ്ട് തന്നെ എന്തൊക്കെ സംഭവിച്ചാലും നമ്മൾ എല്ലാം ഇതാക്കിയേ പറ്റൂ. എന്ത് ചെയ്താലും അവനെ നമ്മൾ തീർക്കണം, ഇല്ലാതെ ഒരു രക്ഷയുമില്ല. എന്നാലും അവൻ ഇത്രയ്ക്ക് ധൈര്യം, ഇത്രയൊക്കെ ചെയ്തിട്ട് ഒരു കൂസലും ഇല്ലാതെ അവൻ പോയിരിക്കുന്ന കണ്ടോ കിരണേട്ടാ? അതെ മോളെ, ഞാൻ നിന്നോടാ പറയുന്നത്, നീ സൂക്ഷിക്കണം. നിനക്കും ഭീഷണിയുണ്ട്. ഗംഗാപ്രസാദ് അകത്ത് കിടക്കുന്നതുകൊണ്ട് നമ്മൾ അവനെ സൂക്ഷിച്ചേ പറ്റൂ, വിക്രത്തെ. ഇനി ഏത് നിമിഷവും അവൻ നിങ്ങളുടെ വീട്ടിലെത്താം. അത്രയ്ക്ക് ധൈര്യത്തോടെ അവൻ അങ്ങോട്ട് വരില്ലേ ചേച്ചി? ചേച്ചി ധൈര്യമായിട്ടിരിക്കും. അവൻ അങ്ങോട്ട് വന്നാൽ അവൻ എന്ത് സംഭവിക്കുമെന്ന് അവന് നന്നായിട്ടറിയാം. കിരണേട്ടൻ ആരോഗ്യമുള്ളതും കിരണേട്ടനാണ് ഗംഗാപ്രസാദിനെ അടിച്ചൊതുക്കിയതെന്നും ഒക്കെ അവന് നന്നായിട്ടറിയാം. അങ്ങനെയുള്ളപ്പോൾ അവൻ ഇനി ഒരിക്കലും അങ്ങോട്ടേക്ക് വരില്ല. എന്തായാലും ഞാൻ പറയുന്നത് ചേച്ചി ശ്രദ്ധിച്ചു കേട്ടോ. വിക്രം ഇനി നമ്മളെ ഇതാക്കിയിട്ട് അവന് ഒന്നും ചെയ്യാൻ കഴിയില്ല. അവനെ തകർക്കാനുള്ള എല്ലാ വഴികളും ഞാൻ ആരംഭിച്ചു കഴിഞ്ഞു. അവനെ ഞാൻ തീർത്തിരിക്കും ചേച്ചി. നമ്മുടെ ആങ്ങളെയായിട്ട് ജനിച്ചിട്ട് നമുക്ക് തന്നെ തലവേദനയായവൻ ഇനി ഈ ലോകത്ത് വേണ്ട. 1-2 പ്രാവശ്യമാണെങ്കിൽ അവനോട് ക്ഷമിക്കാം. ഇതിപ്പോൾ എത്ര പ്രാവശ്യമായി അവനിങ്ങനെ ചെയ്യുന്നത്? അങ്ങനെയുള്ളപ്പോൾ അവനോട് ക്ഷമിക്കാൻ പറ്റുമോ ചേച്ചി? അവനെപ്പോലൊരു രോഗപ്പെരുങ്കള്ളൻ ഈ നാട്ടിൽ വേറെ ഇല്ല. മോഷ്ടിച്ചും കട്ടും കുടിച്ചും തിന്നുന്നവനെ ജയിലിൽ കൊടുക്കാനല്ലാതെ നമുക്ക് വേറെ വഴിയില്ലല്ലോ മോളെ. എന്ത് ചെയ്യാനാ ചേച്ചി? നിയമത്തിന് മുന്നിൽ വിടാതെ നാട്ടുകാരെ വെച്ച് അവനെ തല്ലിക്കൊല്ലണം. എന്നാലേ എനിക്ക് അവനോടുള്ള ദേഷ്യം തീരൂ. ചേച്ചി അടിച്ച് ഈ അവസ്ഥയിലാക്കിയവൻ ഇനി ജീവിച്ചിരിക്കാൻ പാടില്ല. ചേച്ചിക്ക് ഈ അവസ്ഥയുണ്ടാക്കിയവൻ ഇനി ഈ ലോകത്തൊന്ന് വിട പറഞ്ഞു പോട്ടെ, അതായിരിക്കും നല്ലത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കിരണും കല്യാണിയും ഇങ്ങനെ കടുത്ത തീരുമാനം എടുക്കുക. കിരണേട്ടാ, ഇപ്പം എന്തായാലും മനസ്സിലായല്ലോ ആരാണിത് ചെയ്തതെന്ന്? വിക്രം. ഞാൻ പറഞ്ഞപ്പോൾ കിരണേട്ടൻ വിശ്വസിച്ചില്ല. കാര്യം എന്തായാലും തീരുമാനിച്ചിട്ട് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. പക്ഷേ ഇവിടെ വിക്രം ഇത് ചെയ്തേക്കുന്നതാണെന്ന് ഞാൻ തറപ്പിച്ച് പറഞ്ഞല്ലോ. ഇനി എന്താ കിരണേട്ടൻ്റെ തീരുമാനം? ഇനി എന്താ എൻ്റെ തീരുമാനമെന്ന് ഞാൻ പറഞ്ഞുതരാം കല്യാണി.
ഗംഗാപ്രസാദ് എങ്ങനെ ജയിലിലായോ അതായിരിക്കും ഇനി വിക്രത്തിൻ്റെ അവസ്ഥ. കയ്യും കാലും നട്ടെല്ലും തല്ലി ഒടിച്ച് അവനെ ഞാൻ കിടത്തും. കിടന്ന് അവനെ ഒന്ന് മൂത്രമൊഴിക്കാൻ പോലും ഒരാളുടെ സഹായം വേണ്ടി വരും. ആ അവസ്ഥയിലാക്കും ഞാൻ അവനെ. ഇനി അവനോട് ക്ഷമിക്കാൻ എനിക്ക് കഴിയില്ല. നിങ്ങളുടെ ആങ്ങളെ എന്നുള്ള പരിഗണനയാണ് ഞാൻ അവന് കൊടുത്തത്. ഇനി അത് ഉണ്ടാവില്ല കല്യാണി എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ കിരൺ ഇങ്ങനെ കടുത്ത തീരുമാനം എടുത്ത് നിൽക്കുകയാണ്. അതോടുകൂടി എപ്പിസോഡ് അവസാനിക്കുകയാണ്. നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കുക. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ. ഇനി സന്തോഷമായിട്ട് ജീവിക്കാച്ച, ആരെയും പേടിച്ച് ജീവിച്ചിട്ട് കാര്യമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുവാണ്. ഈ സമയം പ്രകാശം കുളിക്കാനായിട്ട് പോയി. പിന്നീട് കാണിക്കുന്നത് ഹോസ്പിറ്റലിലാണ്. കിരണും കല്യാണിയും ആകെ ടെൻഷൻ അടിച്ച് ഐസിയുവിൻ്റെ വാതിക്കൽ നിൽക്കുക. അപ്പോൾ ഡോക്ടർ വന്നിട്ട് കൃത്യസമയത്താണ് നിങ്ങൾ എത്തിച്ചത്. കുറച്ചുകൂടെ കഴിഞ്ഞിരുന്നെങ്കിൽ ആൾ തന്നെ കാണില്ലായിരുന്നു. എന്തായാലും ഇപ്പം ബോധം വന്നിട്ടില്ല. ബ്ലഡ് നിറയെ പോയിട്ടുണ്ട്. ബ്ലഡ് തരാനുള്ള ആൾക്കാരൊക്കെ ഇപ്പം എത്തും ഡോക്ടറെ. ചേച്ചിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? കുഴപ്പമില്ലയെന്ന് പറയാം. പക്ഷേ ആൾ കണ്ണ് തുറന്ന് എല്ലാവരും മനസ്സിലാക്കിയാലേ കാര്യം കൃത്യമായിട്ട് പറയാൻ പറ്റും. എന്തായാലും കുറച്ചു നേരോട് നമുക്ക് കാത്തിരിക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ഡോക്ടർ അങ്ങ് പോവുക. ഡോക്ടർ പോയി കഴിഞ്ഞതും ഏട്ടാ കിരണേട്ടാ എനിക്ക് നല്ല സംശയമുണ്ട്. ആരെയാ കല്യാണി നീ സംശയിക്കുന്നത്? വേറെ ആര്? ആ വിക്രം. അവനല്ലാതെ ഇത് വേറെ ആരും ചെയ്യില്ല കിരണേട്ടാ. അവന് മാത്രമേ ഇത് ചെയ്യാൻ പറ്റൂ. മോഷ്ടിക്കുകയും തലക്കടിക്കുകയും ചെയ്യുന്നത് അവൻ്റെ പണിയാണ്. അങ്ങനെയുള്ളപ്പോൾ കാർത്തിക ചേച്ചിയെ ഇല്ലാതാക്കാൻ അവൻ മനഃപൂർവ്വം ഇത് ചെയ്തതാ. ഞാൻ സ്വപ്നത്തിൽ കണ്ടതും അവനെ തന്നെയാണ്. വേണ്ട കല്യാണി, എടിപിടിയെന്ന് ഒരു സംശയം വേണ്ട. കാർത്തികയുടെ കണ്ണ് തുറക്കട്ടെ. അതിനുശേഷം എന്താ കാർത്തിക ചേച്ചി പറയുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പം അറിയാലോ ആരാ യഥാർത്ഥ പ്രതിന്ന്. ഇല്ല കിരണേട്ടാ, ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും കാർത്തിക ചേച്ചി തന്നെയാണ് പ്രതി. എനിക്കതിൽ നല്ല ഉറപ്പുണ്ട്. വിക്രമാണ് പ്രതി. അവനല്ലാതെ അവൻ ഒരിക്കലും ഇങ്ങനെ ചെയ്യാതെ പോകില്ല. ഒരു വീട്ടിൽ കയറിയവൻ മോഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ അവൻ അവരുടെ തലയ്ക്ക് അടിച്ചിരിക്കും. അതാണ് ഞാൻ പറഞ്ഞത്, അവൻ തന്നെയാണ് പ്രതിന്ന്. അത് കേട്ടതും നമ്മുടെ കിരൺ ഇല്ല കല്യാണി, എന്തായാലും കാർത്തികയ്ക്ക് ബോധം വരട്ടെ, എന്നിട്ട് നമുക്ക് ചോദിക്കാം. ഇല്ല കിരണേട്ടാ, ഗംഗാപ്രസാദും വിക്രമുമാണ് ചേച്ചിയുടെ എതിരാളികൾ. അവരല്ലാതെ വേറെ ആരും ഇങ്ങനെ ചെയ്യില്ല. എന്തായാലും ഇപ്പം നമ്മളൊന്നും പറയണ്ട കല്യാണി, എല്ലാം നമുക്ക് ആലോചിക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ ആശ്വാസത്തോടെ നിൽക്കുക. ഈ സമയം പിന്നീട് കാണിക്കുന്നത് പ്രകാശനെയാണ്. പ്രകാശനെയും കൊണ്ട് അവർ പുതിയ വീട്ടിലെത്തുക. അപ്പോഴാണെങ്കിൽ പ്രകാശൻ ആ വീട് കണ്ടിട്ട് ഭയങ്കര സന്തോഷമായി. എടാ മക്കളെ, 2 നല്ല വീടോ? അതെ അച്ഛാ. എങ്ങനെയുണ്ട് വീട്? അച്ഛന് ഇഷ്ടപ്പെട്ടോ? പിന്നെ സൂപ്പറായിട്ടുണ്ടടാ. ഈ 2 നില വീട്ടിലാണോ ഇനി നമ്മൾ താമസിക്കാൻ പോകുന്നത്? അതെ, ഈ 2 നില വീട്ടിലച്ഛാ ഇനി നമ്മൾ താമസിക്കാൻ പോകുന്നത്. കലക്കിയുടെ മക്കളെ, അപ്പം ഇത്രയും പൈസയൊക്കെ നിനക്കായി അല്ലേ? പിന്നെ ആകാതിരിക്കുമോ? ഇത്രയും പൈസയൊക്കെ എൻ്റെ കയ്യിലുണ്ട്. എടാ എത്രയാടാ ഇതിന് അഡ്വാൻസ് ഒന്നും നോക്കിയില്ല അച്ഛാ, കിട്ടിയതങ്ങ് കൊടുത്തു. എന്തായാലും നമുക്കിനി ഉള്ള ദിവസങ്ങളൊക്കെ സന്തോഷമായിട്ട് ജീവിക്കാച്ചാ. അത് ശരിയാ, എത്ര സന്തോഷമായിട്ട് ജീവിച്ചാലും നമുക്കിനി മോഷണവും പിടിച്ചു പറയൊന്നും വേണ്ട മോനെ. നീ നല്ല നിലയിൽ ജീവിക്കണമെന്നാണ് അച്ഛൻ്റെ ആഗ്രഹം. അതിനു വേണ്ടിയാ നിൻ്റെ പേരിൽ അച്ഛൻ പൂജയൊക്കെ കഴിപ്പിച്ചത്. പ്രത്യേക പൂജ. അച്ഛാ എന്തൊക്കെ പറഞ്ഞാലും മോഷ്ടിക്കാതെ ഇനി നമുക്കൊരു ജീവിതമില്ല. എനിക്ക് ആര് ജോലി തരാനച്ഛാ? പഠിപ്പുണ്ടെന്ന് പറഞ്ഞ് ചെന്നിട്ടും സത്യസന്ധമായിട്ടും ജോലി ഏറ്റെടുക്കാമെന്ന് വിചാരിച്ചിട്ടൊന്നും ആരും നമുക്ക് കൂട്ടു നിൽക്കുന്നില്ല. അങ്ങനെയുള്ളപ്പോൾ ഇതല്ലാതെ വേറെ വഴിയില്ല അച്ഛാ. രാജപ്പൻ എന്നെ ഭീഷണിപ്പെടുത്തുകയും കഴുത്തിന് കുത്തിപ്പിടിക്കുകയും തെറി പറയുകയും ഒക്കെ ചെയ്തു. രാജപ്പന് ഒത്തിരി അഹങ്കാരം കൂടുതലാച്ചാ. അതുകൊണ്ട് തന്നെയാണ് അയാളുടെ വീട്ടിൽ കയറിയത്. വീട്ടിൽ കയറി മോഷ്ടിച്ചിട്ട് മാത്രം പോന്നോന്നാണ് വിചാരിച്ചത്. അയാൾ കേസ് കൊടുത്താലും അത് പലിശപ്പണമല്ലേ, കേസൊന്നും മുന്നോട്ട് പോകില്ല. അതുമാത്രമല്ല, ഭ്രാന്ത് പിടിച്ച രാജപ്പനെ നമ്മളോട് കാശ് ചോദിക്കാനും വരില്ല. അതിനുശേഷം ഞാൻ രാജപ്പനെ കണ്ടു. എത്ര രൂപ വേണമെങ്കിലും അയാളോട് പറയണം, അയാൾ വെറുതെ തരാമെന്നൊക്കെയാണ് പറഞ്ഞത്. അത് കേട്ടതും എന്തായാലും രാജപ്പന് ഭ്രാന്തായത് നന്നായി. നമ്മൾ 10 ലക്ഷം കൊടുക്കാനുള്ളത് കൊടുക്കണ്ടല്ലോ. അതെ അച്ഛാ, അതുകൊണ്ട് രക്ഷപ്പെട്ടു. പക്ഷേ രാജപ്പൻ്റെ പണം കൊണ്ട് മറ്റൊരു കാര്യം കൂടെ സാധിച്ചിട്ടുണ്ട്. അതെന്താണ് മക്കളെ? അതൊക്കെ അച്ഛൻ വഴിയെ അറിഞ്ഞോളും. എന്തായാലും നമ്മുടെ ഒരു ശത്രു കൂടെ ഇല്ലാതായെന്ന് മാത്രം അച്ഛൻ വിശ്വസിച്ചോ? എനിക്കും നല്ല സമാധാനമുണ്ട്. എന്തൊക്കെയായാലും ഇനി നമ്മൾ കുറച്ചു കാലം ഇവിടെ ഒളിച്ചു താമസിക്കണം അച്ഛാ. എന്തിന്? അതൊക്കെ ഉണ്ട്. നമ്മളിവിടെ നിന്ന് പുറത്തിറങ്ങിയ പ്രശ്നവും. എന്താണ് മക്കളെ, നീ എന്തേലും കുഴപ്പം പറ്റിച്ചോ? അതൊന്നും ഇപ്പം പറയാൻ പറ്റില്ല അച്ഛാ. കുഴപ്പമുണ്ട്, വലിയൊരു കുഴപ്പം. ആ കുഴപ്പം എന്താണെന്ന് ഞാനിപ്പോൾ അച്ഛനോട് പറഞ്ഞാൽ അച്ഛൻ പേടിക്കും. ഈശ്വര, തീർത്ഥാടനത്തിന് പോയപ്പോൾ കുറച്ച് ആശ്വാസം ഉണ്ടായിരുന്നു. ഇതിപ്പോൾ ആശ്വാസം മുഴുവനും ഇല്ലാതായല്ലോടെ മക്കളെ. അച്ഛാ, ജീവിക്കണമെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്തേ പറ്റൂ അച്ഛാ. നമ്മളെ ലോകം എന്തൊക്കെ പറഞ്ഞു, എന്നെ കള്ളനെന്ന് വിളിച്ചു, എന്നെ കള്ളനാക്കി, ഞാൻ കള്ളനായി ജയിലിൽ കിടന്നു, തലക്കടി കൊടുത്ത് റിപ്പറായി ജയിലിൽ കിടന്നു. എല്ലാം ചെയ്തിട്ടും ജയിലിൽ കിടന്ന എനിക്ക് ആരാച്ച ജോലി തരുന്നേ?
അച്ഛാ അമ്മുമ്മയോ നമ്മളെ വിട്ട് അവളുടെ അടുത്തേക്ക് പോയി. എല്ലാവരും നമ്മളെ അങ്ങനെ കാണുമ്പോൾ നമ്മൾ നല്ല നിലയിൽ ജീവിക്കേണ്ട അച്ഛാ. അത് ശരിയാണ്. പക്ഷേ എന്തൊക്കെയായാലും ഒരുത്തൻ്റെ മുതൽ മോഷ്ടിച്ചിട്ട് നമ്മൾ ജീവിക്കുന്നത് ശരിയല്ലല്ലോ മോനെ. അച്ഛാ ഞാൻ മോഷ്ടിച്ചത് വേറെ ആരുടെയും പണമല്ല. നമ്മളെ ഭീഷണിപ്പെടുത്തുകയും നമ്മളെ പേടിപ്പിക്കുകയും ചെയ്യുന്നവരുടെ പണമാണ്. അവരെ നമ്മൾ തകർത്തതിന് ശേഷം നമ്മൾ സന്തോഷത്തോടെ ജീവിക്കേണ്ട അച്ഛാ. നമ്മളെ ഒരു കാര്യമില്ലാതെ തകർത്തവരല്ലേ അവർ. അതൊക്കെ ശരി തന്നെയാണ്. എന്തൊക്കെയായാലും അവർ നമ്മളെ തകർത്തിട്ടുണ്ടെങ്കിലും എടാ മോഷണം വേണ്ടടാ മോനെ. മോഷണം ഇല്ലാതെ